സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ വീണ്ടും എത്തി ഗൈസ്, ഇന്നലെ എൻ്റെ വീഡിയോ ആരും കണ്ടില്ലല്ലേ? ഡൊമിങ്കോസാ? എന്താ ഡൊമിങ്കോസേ? എടാ, നീ അറിഞ്ഞ ടാർസൻകാരൻ്റെ അനിയൻ പ്രതികാരത്തിനിറങ്ങി നിന്റെ വീടിന്റെ ഫ്രണ്ടിന്റെ മുമ്പിൽ നീ കിടന്നുറങ്ങുന്ന സമയത്ത് കണ്ടായിരുന്നു. ഞാൻ ഒരു വീഡിയോ ക്ലിപ്പ് അയച്ചു തരാം, നീ അത് കണ്ടു നോക്കണേ. ഓക്കേടാ, ഞാനിത് കണ്ടു നോക്കാം. എൻ്റെ അടുത്ത് പ്രതികാരോ? കണ്ടു നോക്കാം. സോ ഗൈസ്, ഡൊമിങ്കോസിന്റെ വീഡിയോ ക്ലിപ്പ് അയച്ചാൽ നമുക്ക് എന്തായാലും ജസ്റ്റ് അത് നോക്കി കളയാം. എന്റെ ചേട്ടനെ അവൻ പിടിച്ചോണ്ട് കൊണ്ടുപോയി എന്താണ്ടൊക്കെ ചെയ്തു. ഈ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ പ്രതികാരം കിട്ടും. ഇതിനെയൊക്കെ ഇടിച്ചിടിച്ച് പപ്പടമാക്കും ഞാൻ. ഇടിച്ചിടിച്ച് പടപടമാക്കും. എന്റെ ചേട്ടനെ ഇവിടെ ആരും തൊടാറായോ? എല്ലാ കാലം നശിക്കട്ടെ. എനിക്ക് ഓട്ടോ റിപ്പയർ ചെയ്യാറിയത്തുണ്ട്. എനിക്കൊരു ചുക്കും നടക്കില്ല. അയ്യോ, എന്നെ രക്ഷിക്കണേ, അയ്യോ എന്നെ രക്ഷിക്കണേ. എനിക്ക് തന്നെ തിരിയറിയാം. ഞാൻ എന്തെങ്കിലും പറയണേ? അയ്യോ. സോ ഗൈസ്, ആ വീഡിയോ കുറച്ച് വിഷയമാണല്ലോ. ഈ പ്രോബ്ലം നമുക്ക് ഇന്ന് തന്നെ തീർത്തു കൊടുക്കാം. നമുക്ക് പ്ലാൻ ചെയ്ത് എന്തെങ്കിലും പറഞ്ഞാൽ അതിന് മുമ്പ് നമുക്ക് നേരെ റിയയുടെ ചിഞ്ചാനും പിഞ്ചാനത്ത് പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വരാം. എന്നിട്ട് വേണം മിഷൻ ഇറങ്ങാൻ. സോ റിയ, ചിഞ്ചാൻ, പിഞ്ചാൻ, ആ ടാർസൻകാരൻ്റെ അനിയൻ പ്രതികാരത്തിൻ്റെ കേട്ടോ. അപ്പം നിങ്ങളിവിടെ സേഫായിട്ടിരിക്കാൻ ഞാൻ അവനെ ഒന്ന് തീർത്തിട്ട് വരാം. അപ്പം ഞാൻ വിജയശ്രീ ലാളിതായിട്ട് വരാം. ടാറ്റ. പോയി ജീവനോട് വാ ഫ്രാങ്ക്ലിനെ. അവന്മാരുടെ അടുത്ത് എല്ലാം പറഞ്ഞിട്ടുണ്ട് എന്നെ കളിയാക്കി ആട്ടിയിട്ട്. ഇന്ന് എന്തായാലും ജീവനോട് അവന്മാരുടെ മുമ്പിൽ വന്ന് നിൽക്കാൻ നോക്കാം. പിന്നെ അതാണ് നമ്മുടെ ടാർസൻകാർ ഇന്നലെ അടിച്ചു മാറ്റി. ആ വീഡിയോ നിങ്ങളാരും കണ്ടില്ലെന്ന് എനിക്കറിയാം. കണ്ടില്ലെങ്കിൽ നമുക്ക് ഇന്ന് നടക്കാൻ പോകുന്ന തേങ്ങ മനസ്സിലാവില്ല. എന്തായാലും നമുക്ക് നേരെ ഡൊമിങ്കോസിൻ്റെ അകത്തേക്ക് പോകാം ഗൈസ്. ഈ സിറ്റിയിൽ വലിയ വലിയ ഇൻവെൻഷൻസ് ഒക്കെ നടക്കുന്നുണ്ട് ഗൈസ്. എന്താണെന്നറിയില്ല. ഇവിടുത്തെ ആൾക്കാരൊക്കെ ഭീകരന്മാരാണ്. ഇനി നമുക്ക് നമ്മുടെ എയർലൈൻസ് വഴി വേണം യാത്ര തുടങ്ങാൻ. ഡിഫൻഡർ എയർലൈൻസ് ആണ്. ഇത് കണ്ടോ, പെട്ടെന്ന് എത്തി, ഫ്ലാഷ് സ്പീഡ് എത്തും. പിന്നെ നിങ്ങൾ ജീവനോടെ ഇരിക്കുമോ ഇല്ലെന്നൊന്നും നമുക്ക് ഗ്യാരണ്ടി ഇല്ല. എന്തായാലും നമുക്ക് നേരെ ഡൊമിങ്കോസിൻ്റെ അടുത്തേക്ക് കയറി ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചർച്ച ചെയ്യണം. ഡൊമിങ്കോസേ മോനെ, ആ കാറിന് നീ എന്താണ് റെഡിയാക്കണമെങ്കിൽ നീ നേരെ ആ മിലിറ്ററി ബേസിൽ പോയിട്ട് ഹെലികോപ്റ്റർ കൊണ്ടുവന്ന് താഴത്തേക്ക് വരണം. അപ്പൊ നീ ഒരു യുദ്ധക്കളത്തിൽ എത്തും. അവിടെ ഒരാളെ കൊന്ന അപ്പൊ അവരൊരു സംഭവം തരും. അതെടുത്തോണ്ട് പോയി ആ കാറിൻ്റെ അടുത്ത് പോയിട്ട് ഓം ഗ്രീൻ സംക്രാന്തി മംക്രാന്തി കാണും ഇങ്ങനെ ചെയ്യണ എന്ന് പറഞ്ഞ മന്ത്രം ചൊല്ലിയ അത് നിനക്ക് ഓടിക്കാൻ പറ്റുന്ന ഒരു തരം കാറാവും. നമുക്ക് അങ്ങനെ അതിൻ്റെ സൊല്യൂഷൻ കിട്ടിയിട്ടുണ്ട്. ഈ വട്ടം നമുക്ക് സൂപ്പർമാനൊന്നും ആവേണ്ട ഒരു ആവശ്യമില്ല. ആ പറന്ന് കളിക്കാൻ നല്ല രസമായിരുന്നു. എന്തായാലും കുഴപ്പമില്ല. എന്തോ മിലിറ്ററി ബേസിൽ പോയ എന്തോ യുദ്ധക്കളത്തിൽ പോകുന്നൊക്കെ പറയണേ. ഞാൻ പറയില്ല, ഇവിടെ ആൾക്കാർ ഓരോ ഭയങ്കര ഇൻവെൻഷനൊക്കെ നടത്തണം. നമുക്കൊരു ഇൻവെൻഷൻ നടത്തണം. നമുക്കെന്താ ഇൻവെൻഷൻ നടത്തുന്നത് വെച്ചാൽ ഈ കാറെല്ലാം കളക്ട് ഒരു അൾട്ടിമേറ്റ് ലക്ഷറി റോബോട്ട് കാർ ഉണ്ടാക്കണം. അപ്പം നമ്മൾ അത് വിറ്റ് കാശുകാരനാവും ഗൈസ്. എന്തായാലും നമുക്ക് നേരെ മിലിറ്ററി ബേസിൻ്റെ അടുത്ത് ഇൻവെൻഷനൊക്കെ ഈ ടാർസൻകാരൻ്റെ ചേട്ടനെ അനിയനെ അപ്പൂപ്പനെ എല്ലാവരും പിടിച്ചിട്ട് ഇനി കുറേ ആൾക്കാർ നിൽക്കാൻ പ്രതികാരത്തിന് വരും. ഇതിൻ്റെ കളർ എന്താണ്ട് ഗോൾഡാന്നല്ലേ നമ്മുടെ വീഡിയോയിൽ കണ്ടേ. ഓട്ടോ റിപ്പയർ മോഡുണ്ട്. ഇതിനെ മറ്റേ നമ്മുടെ റോബോട്ടിൻ്റെ തലയാക്കി തന്നെ വെക്കാം. ഇയാളൊക്കെ കൊല്ലാൻ. അയ്യോ, ഇടയിൽ കയറി പോയാ താഴെ വീണ്. സന്തോഷമായി. മിലിറ്ററി ബേസിലെ ആൾക്കാർക്ക് അറിയാൻ പറ്റില്ല നമ്മളൊരു ഉപകാരം ചെയ്യാൻ വന്ന ലിസ്റ്റിക്ക് താമര എന്തിനാണില്ല വെടി വെക്കണം. എന്തായാലും നമുക്ക് നേരെ ഞൊണ്ടി ഇതിൻ്റെ ഉള്ളിൽ കയറി ഇരുന്നിട്ട് പറന്നു പോവാം. ഈ വഴിയല്ലേ കയറേ? ഇതെന്ത് തേങ്ങയാണ് ഗൈസ്. നമുക്കിനി ഇതിൻ്റെ മേലെ കയറി പറന്നിട്ട് താഴത്തേക്കൊന്ന് വീഴണം എന്നായിരിക്കും ഡൊമിങ്കോസ് ഉദ്ദേശം. ബാക്കി പറയാൻ പറഞ്ഞ സോ ഗൈസ്, നമുക്കങ്ങനെ എവിടെയെങ്ങാണ്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനി ഈ പ്ലെയിനിൽ ഇറങ്ങി കുറച്ച് ആൾക്കാരെയൊക്കെ അങ്ങോട്ട് കൊന്നു കളയാനുണ്ട്. നമ്മൾ ഭയങ്കര സൂപ്പർ ഫാസ്റ്റൊക്കെ പരിപാടിയാണ്. അയാൾ നമ്മളെ വടിയാക്കിയിട്ട് നമ്മൾ വീണ്ടും എന്താ സാധനങ്ങളൊക്കെ എടുത്ത് ഇറങ്ങി. ഇത് ഒരാളെ കൊല്ലാനുള്ള തത്രപ്പാടാണ് ഞാൻ ഈ മണ്ടത്തരമൊക്കെ കാണിക്കുന്നത്. അങ്ങനെ ഒരാളെ ഞാൻ കണ്ടു, പക്ഷെ അയാളെനിക്ക് കൊല്ലാൻ പറ്റിയില്ല ഗൈസ്. അപ്പോൾ അയാളെ അടുത്ത് പോയി കൊല്ലാന്ന് വെച്ചപ്പോൾ നമ്മൾ കൊന്നു. നമ്മൾ ഇപ്പോൾ വീണ്ടും തിരിച്ച് നമ്മുടെ സിറ്റിയിലേക്ക് എത്തിയിട്ടുണ്ട്. ആ സാധനം എനിക്ക് അയാൾ തന്നു ഗൈസ്. അത് ആ സമയത്ത് ഞാൻ വീഡിയോ ബട്ടൺ ഓണാക്കാൻ മറന്നു ഗൈസ്. ഇത് പറയാനോ പിന്നെ എനിക്ക് രണ്ടാമത് വീഡിയോ ഒക്കെ മടിയായി. ആ സാധനം എന്താണെന്ന് വെച്ചാൽ ഒരു മഷ്റൂം അതിലേക്ക് ഇരിക്കും. ഞാൻ ആദ്യം തിന്നാൻ പോയി ഗൈസ്. പിന്നെ അയാൾ പറഞ്ഞ് തിന്നാനുള്ള സാധനം അല്ലെന്ന്.
ഞാൻ വിചാരിച്ചു ഇത്ര യുദ്ധം ചെയ്ത് എനിക്ക് അയാൾ എന്തെങ്കിലും തന്നായിരിക്കുന്നു. അയ്യോ ഒന്നും തന്നില്ല ഗൈസ്. എന്തായാലും നമുക്ക് മറ്റേ എന്ന് പറഞ്ഞ പേര് ടാർസൻ, ഞാൻ ഇട്ട പേരാണ് ഗൈസ്. ടാർസൻ ഗോൾഡൻ കാറിനെ തുരത്തി ഓടിക്കാനുള്ള സംഭവമൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി അത് ഇറങ്ങുന്നത് ഒരു ഉച്ച സമയമൊക്കെ ആകുമ്പോഴാണ്. അപ്പം നമുക്ക് ഉച്ച ആണേലും വെയിറ്റ് ചെയ്യാം. ഇപ്പം നല്ല രാവിലെ ആയിട്ട് 8 മണി എന്താ ആയിട്ടുള്ളൂ. ഈ കാറ് ഇവിടെ എങ്ങാനും പാർക്ക് ചെയ്യുക വൈ ഈ ഞാൻ പറഞ്ഞില്ലേ ആ കാറിന് ഓട്ടോ റിപ്പയർ എന്ന് പറഞ്ഞ മോഡുള്ള പോലെ നമ്മുടെ ഈ ടാർസൻ കാറിനും ഒരു ഇതുണ്ട്, സൂപ്പർ ജമ്പ് എന്ന് വെച്ചാൽ അത് ഓടിച്ചുകൊണ്ട് നമ്മൾ ചാടിയത് നമ്മൾ ആകാശം വരെ എത്തും കഴിച്ച്. ഇപ്പം ഞാൻ ആകാശം വരെ എത്തിയേനെ. എന്തായാലും നമുക്ക് നേരെ അകത്ത് പോയി റെസ്റ്റ് ചെയ്യാം. അപ്പം ഡൊമിനോസിൽ കോള് വരെയൊക്കെ ആകാൻ വരുമ്പോൾ സോ ഗൈസ് ഒരു കോള് വന്നു. എടാ കാർ എത്തിയോടാ? എടാ മണ്ട, നിന്റെ വീടിന്റെ തൊട്ടടുത്തായ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി നോക്ക്, കിടന്ന് ഊർക്കം വലിച്ച് കിടന്ന് ഉറങ്ങാതെ. ഓക്കേടാ. സോ ഗൈസ് ടാർസൻ ചങ്കൊഞ്ഞി എന്തുവരുന്ന എൻ്റെ പേര് ഗോൾഡ് ഇവിടെ എവിടെ അങ്ങാണ്ട് എത്തിയിട്ടുണ്ടെന്നാണ് പറയണേ. എന്തായാലും നമുക്ക് നേരെ നമ്മുടെ കാറിൽ കയറി ആ സ്ഥലത്തേക്ക് വിടാം. എന്ന് വെച്ചാൽ ഈ അടുത്തെന്ന് വെച്ചാൽ ഈ ചേട്ടൻ ലെഫ്റ്റിലോട്ട് ഇരുന്നിട്ട് അങ്ങോട്ട് പോകുമ്പോഴാണ് അടുത്ത്. ഞാൻ എന്തിനാ എൻ്റെ മേലേക്ക് കയറണേ? ഉണ്ടാ ഇതാണ് ഡിഫൻഡർ എയർലൈൻസ്. 2 ഡോറില്ല, ഫ്രണ്ടിലത്തെ ചില്ലൊന്ന് പൊട്ടിയിട്ടുണ്ട്. അതാണ് നമ്മുടെ ഡിഫൻഡർ എയർലൈൻസ്. ഇതേ ടാർസൻ കാർ എനിക്കൊന്ന് ആരെയോ കൊല്ലാൻ എയിം ചെയ്ത് വെച്ചേക്കാണ്. ആ മഷ്റൂം വെച്ചിട്ട് മന്ത്രം പറ്റേ ഓം സംക്രാന്തി മംഗളാതി കണോ കണ 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 അതിന് എന്താ ശബ്ദമൊക്കെ കേട്ടു. ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറി ഇരുന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതിൻ്റെ എന്തൊക്കെയാ പവർ എന്തൊക്കെയോ പോയപ്പോൾ എന്തുള്ള ശബ്ദമാണ്. പക്ഷെ കൈനൂസ് ഈ ശബ്ദം കേട്ടില്ലല്ലോ. എനിക്കറിയില്ല. എന്തായാലും നമുക്ക് നേരെ അകത്ത് കൊണ്ട് ഇത് പാർക്ക് ചെയ്യാം. പിന്നെ ഇതിൽ ഓട്ടോ റിപ്പയർ മോഡ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഓട്ടോ റിപ്പയർ മോഡ് നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ അതിൻ്റെ ഉള്ള സ്വിച്ച് പോലെ ഇത് ഓൺ ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട് ഇതിൽ. അപ്പം ഇപ്പം ഞാൻ അങ്ങോട്ട് ഓൺ ചെയ്യാനുള്ള ആ റിയക്ക് ഷിൻചാനും പിഞ്ചാനും അങ്ങോട്ട് കാണിച്ചു കൊടുക്കണം. ഇത് ഞാൻ മനഃപൂർവ്വം അതിന് വേണ്ടി പൊട്ടിച്ചാന്നൊക്കെ തട്ടിയിടാൻ കഴിച്ചു. അതൊക്കെ വിശ്വസിച്ചോളും. ഇതൊക്കെ അറിയാതെ പൊട്ടിപ്പോയാന്നല്ലേ ഞാൻ ഇടിച്ച് കളഞ്ഞാൽ നിങ്ങൾക്കല്ലേ അറിയുള്ളൂ. നമ്മുടെ ഇടയിലോ സീക്രറ്റാണ്, ആരോടും പറയരുത് കേട്ടോ. സീക്രറ്റ് കുറച്ച് കൂട്ടാൻ വേണ്ടി കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്ത് വിട്ടോ. സീക്രറ്റായിരിക്കും അത്. റിയ ഷിൻചാൻ പിഞ്ച പെട്ടെന്ന് താഴത്തേക്ക് വന്നെ മിഷനൊക്കെ കംപ്ലീറ്റ് ചെയ്ത് വന്നത് കേട്ടോ. എൻ്റെ തലയൊന്നും അല്ല വന്നത്. പെട്ടെന്ന് താഴത്തേക്ക് ഒരു കിണ്ണ സർപ്രൈസ് വെയിറ്റിംഗ്. നിങ്ങൾ ജീവനോടെ വന്നോ? എന്തായാലും ഞാനും ചിഞ്ഞാനും പിഞ്ചാനും താഴത്തേക്ക് അങ്ങോട്ട് വന്നേക്കാം. നിങ്ങളങ്ങോട്ട് പൊക്കോ. അവർ താഴത്തേക്ക് വരാന്ന് പറഞ്ഞേക്കുന്നത്. നമുക്ക് എന്തായാലും നേരെ പോയി ആ ടാർസൻകാരൻ്റെ ടാർസൻകാരൻ്റെ അടുത്ത് പോയി നിൽക്കുക. വേറെ ഒന്നും ചെയ്യാനില്ല. എന്തായാലും നമുക്ക് അവിടെ പോയി വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്ക് റിയ ഷിൻചാനും പിഞ്ചാനും വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. റിയ ഷിൻചാൻ പിഞ്ചാനോട് ഹാജരായിട്ടുണ്ട്. റിയ ഷിൻചാൻ പിഞ്ചാൻ നമ്മളെ ടാർസൻകാരൻ്റെ അനിയനെയും വീണ്ടും പിടിച്ചിരിക്കുന്നു ഗൈസ്. അതാ എൻ്റെ മിഷൻ ഞാൻ കംപ്ലീറ്റും ചെയ്തു. ഫ്രാങ്ക്ലിനെ അവിടെ നിന്ന് അലർച്ചേട്ടാ. എന്തായാലും നീനെ പിടിച്ചോണ്ടാ നീ ഇത്തിരി കിടിലം കാറ് തന്നെ. ഫ്രാങ്ക്ലിൻ ബായ് ആണ്, ഭീകരൻ തന്നെ ഫ്രാങ്ക്ലിൻ ബായ്. താങ്ക് യു ഫോർ യുവർ അപ്രീസിയേഷൻ. സോ ഗൈസ് റിയൊക്കെ ഷിൻചാനും പിഞ്ചാനും നമ്മുടെ ടാർസൻകാരൻ്റെ ഗോൾഡൻ മെസ്സേജ്. നിങ്ങൾക്ക് ഈ കാർ ഷോയിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഇതിൻ്റെ അനിയനും ചേട്ടനും അപ്പൂപ്പനും എല്ലാവരും നമ്മളെ പിടിക്കും. അതൊക്കെ ഏത് വാച്ചാണെന്ന് പോലും അറിയില്ല. അപ്പം എൻ്റെ വീഡിയോ ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യണമൊക്കെ.